നമസ്കാരം. ഏഷ്യൻ വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഒരു ബഡ്ജറ്റ് കേരള സർക്കാരിൻ്റെ ഇറങ്ങി. ഞാനത് കണ്ടുപഠിച്ചതനുസരിച്ച് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. ക്ഷേമ പെൻഷനുകളോ കാര്യങ്ങളോ ഒന്നും ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ശിവഗിരി മഠത്തെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ സലീം കുമാറിൻ്റെ സിനിമാക്കാരെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ മദ്യനയം എന്താണെന്ന് പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പുതിയ മദ്യനയമാണെന്നോ കഴിഞ്ഞ ദിവസം മദ്യമന്ത്രി ശ്രീ ലിജു പറഞ്ഞിരുന്നു. അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് 50% നികുതി കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് 50% നികുതി കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊന്നും ഒരു സാധാരണ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു ഇതല്ലല്ലോ. കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിന്നും അടുത്ത നേതാക്കന്മാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബിനാമികൾക്കോ മാത്രമായി കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറും. ഞാൻ പറയുന്ന ആർക്കും പട്ടികജാതിയോ പട്ടികവർഗമോ നായരോ നമ്പൂരിയോ എന്ന് പറയാതെ അതൊരു സാമ്പത്തിക സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഉന്നമനം പോലും സാധാരണ താഴെ കിടക്കുന്ന നായർ നമ്പൂതിരി വിഭാഗങ്ങൾക്കില്ലാത്തൊരവസ്ഥയാണ് കിട്ടുന്നത്. എന്തിനാണ് ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്? ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. അത് സാമ്പത്തിക സംവരണമായിട്ട് കൊടുക്കുക. ഏറ്റവും കൂടുതൽ ആർക്കാണ് കൂടുതലുള്ളത് അവർക്ക് സംവരണത്തിൽ നിന്ന് ഒഴിവാക്കി തീരെ അധികൃതരായിട്ടുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുക. അതായിരിക്കും വേണ്ടത്. അത് ജോലികൾക്കും മുൻഗണന കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരണം. പിന്നെ ഓപ്പറേഷൻ തുഫാന് അതിനെക്കുറിച്ച് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്താണിത് എന്നും മനസ്സിലാകുന്നില്ല. അതിശയം വരുത്തുമെന്നാണ് പറഞ്ഞത്. എനിക്കൊരു അതിശയമായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരു അതിശയമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഇതായിരുന്നു. ഞങ്ങൾ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എന്തുകൊണ്ട് നിങ്ങളൊരു നിയമം കൊണ്ടുവരുന്നില്ല? ഞങ്ങൾ 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന 700 രൂപ 600 രൂപയാണ്. ഈ 8 മണിക്കൂറിന് മേളിലേക്ക് വർക്ക് ചിലപ്പം വരുന്നുണ്ട്. രാവിലെ 6:30 വേഷം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇവർ വിടുന്നത് 9 മണി വരെയൊക്കെ ചിലപ്പോൾ പിടിച്ചു നിർത്തുന്നതുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് 2 ലേഡീസും ജെൻസും കൂടെ ഒരുമിച്ച് ഡ്രസ്സ് മാറേണ്ട അവസ്ഥ വന്നു. ഞാനിതൊരു ഇതായിട്ടൊരു വാട്സപ്പിൽ നമ്മുടെ സിനിമാ മന്ത്രിക്ക് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷേ ഒരു റിപ്ലൈ നമ്മുടെ വന്നിട്ടില്ല. ഞങ്ങൾ പറയുന്ന 1200 രൂപ ഞങ്ങൾക്ക് തരിക. 1200 രൂപയിൽ ഇവർ കോർഡിനേറ്റർമാർ ഇതിനകത്ത് പൈസ കൊണ്ടുപോവുകയാണ്. ഈ 1200 ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും. 600 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളൊരു വണ്ടിക്കൂലിയും മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കോട്ടയംകാരനാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ഷൂട്ട് വരുന്നത്. ഇതിനുള്ള വണ്ടിക്കൂലി കിട്ടുന്നില്ല. മറ്റുള്ള ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. ഇതിൽ നിൽക്കുന്ന ഹൈ ലെവലിലുള്ള നടന്മാർക്കും നായികമാർക്കും കിട്ടുന്നത് എത്ര തുകയാണ്? അതിൻ്റെ ഒരു നിസ്സാര പൈസയല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത് ഉയർത്തി കൊടുക്കുക. ഒന്നെങ്കിൽ 1500 രൂപ അല്ലെങ്കിൽ 1200 രൂപയാക്കി വളർത്തുക. ഇതൊന്നും ആരും പറയുന്നില്ല. സലീം കുമാറിനൊക്കെ ഇഷ്ടം പോലെ ഉള്ളത്. എന്തിനാണ് ഇതുപോലെ വാരിക്കോരി കൊടുക്കുന്നത്? സലീം കുമാറിൻ്റെ കുടുംബത്തെ പ്രീതിപ്പെടുത്തുന്നത്. അതെന്തെങ്കിലും സതീശന് എന്തെങ്കിലും ആത്മബന്ധം ഉണ്ടെങ്കിൽ അതല്ലാണ് ചെയ്യേണ്ടത്. പാവങ്ങളായ ആളുകൾക്ക് എന്തൊക്കെ ഉന്നമനം ഉണ്ടാക്കാൻ പറ്റും? ജപ്തി നടപടികൾ നിർത്തിവെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് കണ്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ജപ്തി നടപടികൾ നിർത്തിവെക്കുമെന്ന്. ഇതിനകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഭവനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഭവനം പുതിയതായിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി, അതുപോലെ നിങ്ങൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി, അതായത് NRIs തിരിച്ചു മടങ്ങി വരുന്നൊരവസ്ഥയിലേക്ക് യുദ്ധമുണ്ടായിട്ട് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പദ്ധതി, ഇങ്ങനെയുള്ള പദ്ധതികൾ, അതുപോലെ നാട്ടിൽ നിൽക്കുന്ന യുവാക്കൾക്ക് എന്താണ് ഉപകാരം അതിനെക്കുറിച്ചുള്ളൊരു പദ്ധതി, ഇതൊക്കെയാണ് ആസൂത്രണം ചെയ്യേണ്ടത്. അതുപോലെ ജപ്തിയായിട്ട് നിൽക്കുന്ന ആളുകളെ ജപ്തി ഒഴിവാക്കി കൊടുക്കുക. ഇത്ര തരമുള്ള ജപ്തികൾ അതിനകത്ത് എഴുതിത്തള്ളാവുന്നതാണ് എഴുതിത്തള്ളുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ് നല്ലൊരു ഗവൺമെൻറ്റായിട്ട് വന്നേനെ. ഇതിപ്പോൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ശിവഗിരി മഠത്തിന് എന്താ ഇല്ലാത്തതാണോ? ശിവഗിരി മഠത്തിന് ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഇതുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമല്ല. സതീശൻജി അങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഒരു നല്ലൊരു ബഡ്ജറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജയ് ഹിന്ദ്.